ഇറാൻ ഇസ്രായേൽ സംഘർഷം അവിടെ കനക്കുകയാണ്. യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ചൈന ഇപ്പോൾ തയ്യാറാണ് എന്ന വിവരങ്ങൾ പങ്കുവച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 6ാം ദിവസവും സംഘർഷം ഒരയവ് പോലും ഇല്ലാതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തലത്തിലേക്ക്, ഒരു പശ്ചാത്തലത്തിലേക്ക് ഇത് എത്തി നിൽക്കുമ്പോഴാണ് ചൈന മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം തന്നെ ആക്രമണം വ്യാപകമാകുകയും ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ചെയ്തതോടുകൂടി തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണ്. ശ്രീലങ്കൻ തീരത്ത് അല്ലെങ്കിൽ അതിന് സമീപത്തായി തന്നെ ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ധേന ആകട്ടെ, അതായത് ഐറിസ് ധേന US അന്തർവാഹിനി ആക്രമണത്തിൽ തകർത്തതിനിടയിലാണ്. അതിനെ തുടർന്നുകൊണ്ടാണ് മേഖലയിൽ ഇപ്പോൾ വൻ യുദ്ധഭീതി അത് നിലനിൽക്കുന്നതായി തന്നെ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചൈനീസ് ഇടപെടൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവിടെ ഉതകും എന്ന വിലയിരുത്തലോടുകൂടി തന്നെ വിദഗ്ധരടക്കം ഇവിടെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചൈന ഇതിനോട് ഇടപെടുകയാണെങ്കിൽ ഒരു പരിധി വരെ തന്നെ ആക്രമണം പിടിച്ചു നിർത്താൻ ഇവർക്ക് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഈ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇറാനിൽ മരണം 1230 തന്നെ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, അതായത് ഇത് ഏകദേശം 1230 തന്നെ ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഇറാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ടെൽ അവീവിലും വടക്കൻ ഇസ്രായേലിലെ മൊഡോർ റഡാർ സൈനിക താവളത്തിൽ പോലും ആക്രമണങ്ങൾ നടത്തിയതെന്നതാണ് ഇറാൻ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം ഇറാനെതിരെ വരും ആഴ്ചകളിലും ആക്രമണം ഘടിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം. സംഘർഷം അവസാനിപ്പിച്ചത് മുതൽ തന്നെ ഇതുവരെ ഇറാനിലെ വിവിധ ഇടങ്ങളിലായി തന്നെ ഇസ്രായേൽ വ്യോമസേന 5000 ബോംബുകൾ വർഷിച്ചതായും തന്നെ ഇവിടെ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ യുദ്ധത്തിൽ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടങ്ങിയ യുദ്ധത്തിൽ 150ഓളം നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടതായും ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതിനിടെ തന്നെ ഇറാൻ ഡ്രോണുകൾ അയച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും തന്നെ അസർബൈജാൻ ആരോപിക്കുകയാണ് ഉണ്ടായത്. ഇറാനിയൻ അംബാസിഡറെ വിളിപ്പിക്കുകയും ശക്തമായ പ്രതിരോധം അറിയിച്ചെങ്കിൽ പോലും വലിയ രീതിയിൽ അവിടെ സംഘർഷം നിലനിൽക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഡ്രോണുകളിലാണെന്നും ഇത്തരത്തിൽ വിമാനത്താവളങ്ങളിലേക്കും മറ്റും അതിന് സമീപത്തും ഇത്തരത്തിൽ ഡ്രോൺ പതിച്ചതായി തന്നെയാണ് അസർബൈജാൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം വലിയ സംഘർഷത്തോടു കൂടി തന്നെ കൊടുമുരി കൊള്ളുമ്പോഴാണ് ഇത്തരത്തിൽ അസർബൈജാനിലും സമാനമായ രീതിയിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തിയതായി തന്നെ അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ഒരു വാദത്തെ ഇറാൻ ആകട്ടെ നിഷ്കരണം തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.